Welcome back to Vidyanagar online class. Through this video, we are discussing secant, tangent, theorem 10.1 and exercise 10.1. Circles. Our 10th chapter on circles. Okay. Here a circle and a lane. ഇവിടെ ത്രീ പോസിബിലിറ്റീസ് ആണുള്ളത്. ഒരു സർക്കിളും ഒരു ലൈനും കൺസിഡർ ചെയ്താണെങ്കിൽ ഇവിടെ ത്രീ പോസിബിലിറ്റീസ് ഉണ്ട്. എങ്ങനെ? ഫസ്റ്റത്തെ ലൈനും സർക്കിളിനും എന്തില്ല? കോമൺ പോയിന്റ്സ് ഇല്ല. നോ കോമൺ പോയിന്റ്സ്. ഓക്കെ, ഫസ്റ്റത്തെ ലൈനും സർക്കിളും നോക്കുകയാണെങ്കിൽ നോ കോമൺ പോയിന്റ്സ്. ഇനി സെക്കൻഡ് ഫിഗറും ഈ ഒരു ലൈനും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് എത്ര കോമൺ പോയിന്റ്സ് ഉണ്ട്? ഇവിടെ ഒരു കോമൺ ഉണ്ട്, ഇവിടെയും ഒരു പോയിന്റ് ഉണ്ട് അല്ലെ. സർക്കിളിലും ലൈനിലുള്ള കോമൺ പോയിന്റുകൾ എത്രയാണ്? ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റ് ഈ ഒരു സർക്കിളിന്റെയും പാർട്ടാണ്. അതുപോലെ ഈ ഒരു ലൈനിലുള്ളൊരു കോമൺ പോയിന്റ് ആണ്. അതുപോലെ ഈ ഒരു പോയിന്റ്, അങ്ങനെ ഇവിടെ 2 കോമൺ പോയിന്റ്സ് ഉണ്ട്. ഇവിടെ എത്ര പോയിന്റ്സ് ആണ്? 2 കോമൺ പോയിന്റ്സ്. ഈ ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സീക്കൻറ്റ്. ഓക്കെ, 2 കോമൺ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ആ ഒരു ലൈനാണിത് സീക്കൻറ്റ്. ഇനി തേർഡ് ഫിഗർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലൈനിനും ഈ സർക്കിളിനും കോമൺ ആയിട്ട് എത്ര പോയിന്റ് ഉള്ളത്? ഈ ഒരു പോയിന്റ് മാത്രമാണ് ഉള്ളത് അല്ലെ. 1 കോമൺ പോയിന്റ് ആണുള്ളത്. ഈ ഒരു ലൈനിനും ഈ ഒരു സർക്കിളിനും കോമൺ ആയിട്ട് എത്ര പോയിന്റ് ഉള്ളത്? 1 പോയിന്റ്. ഈ ഒരു പോയിന്റ് ആണെന്ത്? ടാൻജന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് എന്തിനെ കുറിച്ചാണ്? ടാൻജൻസികളെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ടാൻജന്റ് എന്താണ്? സർക്കിളിനും ഈ ഒരു ലൈനും കൂടെ എത്ര കോമൺ പോയിന്റ് ആണ് വന്നിട്ടുള്ളത്? 1 കോമൺ പോയിന്റ്. അല്ലെങ്കിൽ നമുക്ക് ഇതിന് വേറെ രീതിയിലും കൺസിഡർ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ സീക്കൻഡ് അടുത്ത് വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ കോമൺ പോയിന്റുകൾ തമ്മിൽ ഡിസ്റ്റൻസ് കുറച്ചും കൂടെ കുറയും. ഇനി വീണ്ടും വരച്ചാൽ എന്തായിരിക്കും? വീണ്ടും കോമൺ പോയിന്റുകൾ തമ്മിൽ ഡിസ്റ്റൻസ് കുറയും. അങ്ങനെ കുറഞ്ഞ് ആ 2 പോയിന്റ് കൂടെ ഒരു 1 പോയിന്റ് ആയി, അതായത് ഈ 2 പോയിന്റ് കൂടെ കോയിൻസൈഡ് ഒറ്റ പോയിന്റ് ആവുന്ന ഫോമാണിത് ടാൻജന്റ്. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ വരക്കുന്നതനുസരിച്ച് എന്തായിരിക്കും? ഈ കോമൺ പോയിന്റുകൾ തമ്മിൽ ഡിസ്റ്റൻസ് കുറഞ്ഞ് ആ 2 പോയിന്റ് കൂടെ കോയിൻസൈഡ് ചെയ്ത് ഒറ്റ പോയിന്റ് ആയി മാറുന്ന ഒരു ഫോമാണിത് ടാൻജന്റ്. Tangent to a circle. A tangent to a circle is a line segment that intersects the circle at only one point. Okay, tangent circle only one point ആയിരിക്കും എന്ത് ചെയ്യുക? ഇന്റർസെക്ട് ചെയ്യുക. അപ്പൊ ടാൻജന്റ് എന്താണ്? സർക്കിളിൽ ഒരൊറ്റ പോയിന്റ് ഇന്റർസെക്ട് ചെയ്യേണ്ട ലൈനാണ് ടാൻജന്റ്. ഓക്കെ, ദർ ഈസ് ഓൺലി വൺ ടാൻജന്റ് അറ്റ് എ പോയിന്റ് ഓഫ് ദ സർക്കിൾ. ഒരു പോയിന്റ് എടുത്താൽ അതിലോട്ടൊരു ഒറ്റ ടാൻജന്റ് മാത്രമേ നമുക്ക് വരയ്ക്കാൻ കഴിയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും? പല കോലത്തിലായിരിക്കും, സീക്കൻറ്റുകളായിരിക്കും. ഓക്കെ, ഈ ഒരു പോയിന്റിലൂടെ ഈ ഒരു ടാൻജന്റ് മാത്രമേ പാസ് ചെയ്ത് പോകുള്ളൂ. ബാക്കിയുള്ളതൊന്നും എന്തായിരിക്കില്ല? ടാൻജന്റ് ആയിരിക്കില്ല. അപ്പോൾ ഒരു പോയിന്റിൽ ഒരൊറ്റ ടാൻജന്റ് ഉണ്ടാവുള്ളൂ. ദ നെക്സ്റ്റ് പോയിന്റ്, ദ ടാൻജന്റ് ടു എ സർക്കിൾ ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് സീക്കൻറ്റ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലേ, സീക്കൻറ്റ് സ്പെഷ്യൽ കേസ് ആണ് ടാൻജന്റ്. വെൻ ദ 2 എൻഡ് പോയിന്റ്സ് ഓഫ് ഇറ്റ്സ് കറസ്പോണ്ടിങ് കോഡ് കോയിൻസൈഡ്. അപ്പോൾ സീക്കൻറ്റിന്റെ ഈ പോയിന്റുകൾ ഇങ്ങനെ ഈ 2 പോയിന്റ് കോയിൻസൈഡ് ചെയ്ത് ഒരൊറ്റ പോയിന്റ് ആവുന്ന കേസാണിത് ടാൻജന്റ്. സോ ദ ടാൻജന്റ് ടു എ സർക്കിൾ ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് സീക്കൻറ്റ് വെൻ ദ 2 എൻഡ് പോയിന്റ്സ് ഓഫ് ഇറ്റ്സ് കറസ്പോണ്ടിങ് കോഡ് കോയിൻസൈഡ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടാൻജന്റും റേഡിയസിന്റെയും ഇടയിലുള്ള ആംഗിൾ. ഈ ഒരു ആംഗിൾ, ഇവിടെ ഒരു ടാൻജന്റ് ഉണ്ട്, ഇത് ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. ഇതിന്റെ ഇടയിൽ വരുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ് ഒരു പോയിന്റും ഒരു ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ്. നമുക്ക് പല രീതിയിൽ ഈ പോയിന്റും ലൈനും തമ്മിൽ ഡിസ്റ്റൻസ് ഇങ്ങനെ നോക്കാം. ഇതൊക്കെ ഡിസ്റ്റൻസുകളാണ്. നമ്മൾ സാധാരണ ഡിസ്റ്റൻസ് ആയി കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഇതാണ് ശരിക്കും നമ്മൾ എന്തായി കൺസിഡർ ചെയ്യല്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്റ്റൻസ് ആയി കൺസിഡർ ചെയ്യല്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ നിന്ന് വരക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ ആയിരിക്കും. പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. അപ്പൊ ഒരു പോയിന്റും ഒരു ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും ഷോർട്ട് ആവുന്നത് എപ്പോഴായിരിക്കും? ഈ ഒരു ലൈന് പെർപെൻഡിക്കുലറായി വരയ്ക്കുമ്പോൾ. എങ്ങനെ വരച്ചു കഴിഞ്ഞാലും ഷോർട്ട് അല്ല, ഇതിനേക്കാളും ഷോർട്ട് ആയിരിക്കും. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഷോർട്ട് എവിടെയായിരിക്കും? പെർപെൻഡിക്കുലറായി വരുന്ന ലൈൻ ആയിരിക്കും എന്ത്? അതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അതായത് ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോഴാണ് ഇത് വരിക? ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ലഭിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അതേ ഒരു കൺസെപ്റ്റ് ഈ ടാൻജന്റ് കേസിൽ അപ്ലൈ ചെയ്താൽ
ഇതൊരു സർക്കിൾ സെൻറ്റർ O. ഓക്കെ, നമുക്ക് ഈ ലൈനിലേക്ക് പല രീതിയിൽ ഡിസ്റ്റൻസ് വരയ്ക്കാം. ഇതിപ്പോൾ ഒരു B1, ഇതൊരു B2, B3, B4, B5, ഇതിന് B എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും OB1 ഷോർട്ടാണെന്ത് OB2 അല്ലേ, OB2 ഷോർട്ടാണെന്ത് OB3, അതിനേക്കാളും ഷോർട്ടാണെന്ത് OB. ശരിക്കും ഇവിടുത്തെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്താണ് OB. ഇവിടെ ആണെങ്കിലും വീണ്ടും കൂടാൻ പോവാണ്, OB-യേക്കാളും കൂടും. ഈ ഭാഗത്താണെങ്കിൽ എന്തായിരിക്കും OB-യേക്കാളും കൂടും. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് OB എന്താണ് ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. ഓക്കെ, നമുക്കറിയാം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ലൈൻ ആയിരിക്കും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെ ഈ OB എന്നുള്ള റേഡിയസും ഈ ഒരു ടാൻജന്റിന്റെയും ഇടയിൽ നിന്നാവുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും 90 ഡിഗ്രി ആയിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അതായത് ഒരു സർക്കിളിന്റെ റേഡിയസും അതിന് ഒരു ടാൻജന്റും ഇതിന്റെ ഇടയിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ, ഈ ഒരു ടാൻജന്റിലേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണെന്ത് റേഡിയസ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ഇതിലെ ഫസ്റ്റ് തിയറം 10.1. The tangent at any point of a circle is perpendicular to the radius through the point of contact. Point of contact എന്ന് പറഞ്ഞാൽ ഈ ഒരു കോമൺ പോയിന്റിന് എന്ത് പറയാം പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അതായത് സർക്കിളിലും ടാൻജന്റിലുള്ള ഈ കോമൺ പോയിന്റ് ആണിത് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അതായത് ഇവിടെയുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം 90 ഡിഗ്രി ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ നോട്ടാണ്. അതിൽ ഫസ്റ്റ് കൺസ്ട്രക്ഷൻ്റെ ടേക്ക് എ പോയിന്റ് ബി അതർ ദാൻ എ അല്ലാത്തൊരു പോയിന്റ് എന്ത് ചെയ്യുക ഈ ടാൻജന്റിൽ മാർക്ക് ചെയ്യുക. ഓൺ ദ ടാൻജന്റ് എൽ ജോയിൻ OB. ലെറ്റ് OB മീറ്റ് ദ സർക്കിൾ അറ്റ് ദ സെന്റർ അറ്റ് എ പോയിന്റ് C. ഓക്കെ, ഇപ്പോൾ എൽ എന്നുള്ളൊരു ലൈൻ ഉണ്ട്, O എന്നുള്ള സെൻറ്ററായ സർക്കിള് OA ആണ് അതിൻ്റെ റേഡിയസ്. A അല്ലാത്തൊരു പോയിന്റ് എല്ലിൽ മാർക്ക് ചെയ്തു, അതാണ് B. ഓക്കെ, ദെൻ വി നോ ദാറ്റ് among all the lane segment joining the point O to a point on L, the perpendicular is the shortest. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം എന്താ, ഓയിൽ നിന്ന് വരയ്ക്കുന്ന ഏറ്റവും പെർപെൻഡിക്കുലർ ആയി വരയ്ക്കുന്ന ലൈൻ ആയിരിക്കുന്നത് ഷോർട്ടസ്റ്റ്. ഓയിൽ നിന്നും പെർപെൻഡിക്കുലർ ആയി വരയ്ക്കുന്ന ലൈൻ ആയിരിക്കുന്നത് ഷോർട്ടസ്റ്റ്. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇവിടെ നോക്കുകയാണെങ്കിൽ OB ഈക്വൽ ടു ശരിക്കും ശ്രദ്ധിച്ചോളൂ, OB ഈക്വൽ ടു എന്താണ് OC പ്ലസ് CB അല്ലെങ്കിൽ BC. OB ഈക്വൽ ടു എന്താണ് OC പ്ലസ് BC. അതാണ് ഫസ്റ്റ് എഴുതിയിട്ടുള്ളത്, OB ഈക്വൽ ടു OC പ്ലസ് BC. ഓക്കെ, ഇത് നമുക്കറിയാവുന്ന കാര്യം എന്താ, OC എന്നാലും OA എന്നാലും എന്താണ് ഈക്വൽ ആണ്. OC ആൻഡ് OA ആർ ഈക്വൽ. കാരണം എന്താ, രണ്ടും റേഡിയസ് ആണ്. ഒരു സർക്കിളിന്റെ റേഡിയസുകളൊക്കെ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. അപ്പോൾ OC ഈക്വൽ ടു OA ഈക്വൽ ടു എന്താണ് റേഡിയസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് എഴുതിയത് OB ഈക്വൽ ടു OC പ്ലസ് BC, OA ഈക്വൽ ടു OC. ഓക്കെ, ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ OB ഈക്വൽ ടു OC പ്ലസ് BC ആണല്ലോ. OB ഈക്വൽ ടു OC പ്ലസ് BC ആണെങ്കിൽ OC മാത്രം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏതായിരിക്കും ഗ്രേറ്റർ OB ആയിരിക്കും അല്ലെ. OB ഗ്രേറ്റർ ദാൻ OC. സിമ്പിളായിട്ട് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാകും, OB ഗ്രേറ്റർ ദാൻ OC. ഓക്കെ, ഇനി OC എന്നുള്ളത് എന്തിനോട് ഈക്വൽ ആണ്, OAയോട് ഈക്വൽ ആണ്. സോ OB ഗ്രേറ്റർ ദാൻ OC ആണെങ്കിൽ OB ഗ്രേറ്റർ ദാൻ എന്താണ് OA എന്നും എഴുതാൻ സാധിക്കും. OB ഗ്രേറ്റർ ദാൻ OC ആണെങ്കിൽ OB ഗ്രേറ്റർ ദാൻ എന്താണ് OA. ഓക്കെ, അവിടെ എന്താണ് ഏത് പോയിന്റ് എടുത്താലും OB ഗ്രേറ്റർ ദാൻ OA. നമ്മൾ വേറൊരു B എടുത്തു, ഇവിടെ B1 ആണ്, B2 എടുത്താൽ അപ്പോഴെന്തായിരിക്കും OB2 ഗ്രേറ്റർ ദാൻ OA. അങ്ങനെ ഈ ഇതിലെ ഏത് ബികൾ എടുത്താലും അതൊക്കെ എന്തായിരിക്കും OA എന്ന ലൈനിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. സോ B ഈസ് an arbitrary point on the tangent L. Hence O is the shortest distance. Hence OA perpendicular to OL. ഇവിടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്താണ് OA ആണ്. അതുകൊണ്ട് തന്നെ OA എന്ന് പറഞ്ഞ ഈ സർക്കിളിന്റെ റേഡിയസ് ഈ L എന്നുള്ള ടാൻജന്റിനോട് എന്താണ് പെർപെൻഡിക്കുലർ ആണ്. Exercise 10.1. First question, how many tangents can a circle have? ഒരു സർക്കിളിലൂടെ എത്ര ടാൻജന്റ് വരയ്ക്കാൻ കഴിയും? Infinitely many tangents we can draw. Okay, so first thing ആൻസർ എന്താ
infinitely many. Second question, fill in the blanks. A tangent to a circle intersect it in dash point. ഒരു സർക്കിളും ഒരു ടാൻജന്റും എത്ര പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുക? ഒരു 1 പോയിന്റിലായിരിക്കും അത് ഇന്റർസെക്ട് ചെയ്യുക അല്ലെ. സർക്കിള് ടാൻജന്റും ഇന്റർസെക്റ്റിന്റെ പോയിന്റ് എന്താണ്? 1 പോയിന്റ്. Then second question, a line intersecting a circle in 2 points is called. 2 points intersect ചെയ്യുന്ന ലൈൻ എന്താ? 2 points intersect ചെയ്യേണ്ട ലൈൻ എന്താണ്? അതാണ് secant. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതെന്താണ്? secant. Then third question, a circle can have dash parallel tangent at the most. ഒരു സർക്കിള്, ഓക്കെ, സർക്കിളോട് നമ്മൾ പല പോയിന്റുകളോടായിട്ട് പല ടാൻജൻസ് വരച്ചു. ഓക്കെ, അതിൽ പാരലൽ ടാൻജൻസ്, പാരലൽ ആയിട്ടുള്ള ടാൻജൻസ് എന്തായിരിക്കും? ഈ ഒരു ലൈന് പാരലൽ ആണെങ്കിൽ ഇതും തന്നെ ആയിരിക്കും പാരലൽ. അപ്പോൾ ടാൻജന്റ് പാരലൽ ആയിട്ട് അവിടെ എത്ര ഉണ്ടാവുള്ളൂ? 2 മാക്സിമം ഉണ്ടാവുള്ളൂ. അല്ല 3 ലൈന് ആയിട്ട് എന്തുണ്ടാവില്ല? പാരലൽ ആയിട്ട് ഉണ്ടാവില്ല. ഇനി വേറൊരു ടാൻജന്റ് എടുത്താലും അവിടെയും പാരലായിട്ട് എന്തേ ഉണ്ടാവുള്ളൂ? ഇവിടെ എവിടെയെങ്കിലും ഒരു ടാൻജന്റ് ഉണ്ടാകും. അവിടെ നോക്കുകയാണെങ്കിലും പാരലായിട്ട് ഈ ഒരു 2 ടാൻജൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ 3യോ അല്ലെങ്കിൽ മോർ ദാൻ 2 ആയിട്ട് ഒരിക്കലും ഉണ്ടാവില്ല, ആ ടാൻജൻസ് ഉണ്ടാവില്ല. സോ മാക്സിമം പാരലൽ ടാൻജൻസ് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? 2 ടാൻജൻസ്. ഇനി വേറെ പേര് അതുപോലെ ഇവിടെ പോലെ വേറെ പോയിന്റ് നോക്കുകയാണെങ്കിൽ അവിടെയും 2 ലൈൻസേ എന്തായിട്ടുണ്ടാവുള്ളൂ? പാരലായിട്ട് ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോമൺ പോയിന്റ് ഓഫ് ടാൻജന്റ് ടു എ സർക്കിൾ ആൻഡ് ദ circle is called. The common point of a tangent to a circle and the circle is called. അപ്പോൾ സർക്കിളിലും ടാൻജന്റിലും കോമൺ പോയിന്റ് എന്താണ്? പോയിന്റ് ഓഫ് കോണ്ടാക്ട്. പോയിന്റ് ഓഫ് കോണ്ടാക്ട്. തേർഡ് ക്വസ്റ്റ്യൻ, എ ടാൻജന്റ് PQ at a point P of a circle of radius 5 cm. ഓക്കെ, സർക്കിളിന്റെ റേഡിയസ് 5 cm. Meet a line through the center O at a point Q so that OQ equal to 12 cm. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ടാൻജന്റ് PQ അവിടെ OQന്റെ ലെങ്ത് വന്നിട്ട് എത്രയാണ്? 12 cm. 12 cm. ലെങ്ത് PQ ഈസ്, PQന്റെ ലെങ്ത് എത്രയെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം എന്താ? ഇവിടെ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ OQP. ഇവിടെ 12 സെൻറ്റിമീറ്റർ, ഇവിടെ 5 സെൻറ്റിമീറ്റർ PQ ആണ് വേണ്ടത്. നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ കഴിയും. എന്താണ് പൈതഗോറസ് തിയറം? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ എന്തായിരിക്കും? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിന് സ്ക്വയർ. അല്ലെങ്കിൽ PQ സ്ക്വയർ ഈക്വൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? PQ സ്ക്വയർ ഈക്വൽ ടു OQ സ്ക്വയർ മൈനസ് OP സ്ക്വയർ. PQ square equal to OQ square minus OP square. What is OQ? 12. So 12 square minus OP square 5 square. 12 square equal to 144 minus 5 square equal to 25. Subtracted എന്തായിരിക്കും? 119. So PQ square equal to 119 ആണെങ്കിൽ PQ equal to എന്തായിരിക്കും? √119 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്ത കാര്യം എന്താണ്? റേഡിയസും ടാൻജന്റിന്റെ ഇടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഏതെങ്കിലും 2 ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി, √119 സെൻറ്റിമീറ്റർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡ്രോ എ സർക്കിൾ ആൻഡ് 2 ലൈൻസ് parallel to a given line such that one is tangent and the other is secant to a circle. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇവിടെ വരച്ചിട്ടുണ്ട് ഒരു സർക്കിളും ഒരു ലൈനും. ഇതിന് പാരലായിട്ട്, ഈ ഒരു ലൈനിന് പാരലായിട്ട് ഒരു ടാൻജന്റും വരയ്ക്കുക, അതുപോലെ അതിന് പാരലായിട്ട് എന്ത് ചെയ്യുക? ഒരു സീക്കൻറ്റും വരയ്ക്കുക. അപ്പോൾ ഇതാണ് സീക്കൻറ്റ്, ഇതാണ് ടാൻജന്റ്, ഇതാണ് ഗിവൺ ലൈൻ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. Hope this video was up to your expectations. See you in the next video. Till then, bye. Homework makes maths easy.